ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം സെൻ ബുദ്ധമതത്തിലെ ഒരു കഥയെക്കുറിച്ചാണ്. ധാരാളം ചിന്തയെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് കഥകളുള്ള ഒരു മതവിഭാഗമാണ് സെൻ. ബുദ്ധമതത്തിന് 4 വിഭാഗങ്ങളാണുള്ളത്: മഹായാനം, ഹീനയാനം, വജ്രയാനം, സെൻ. നമഃ ശിവായ. ഇതിൽ സെൻ ബുദ്ധ വിഭാഗത്തിൽ ധാരാളം കഥകൾ നിറഞ്ഞിരിക്കുന്നു. ഈ കഥകളെല്ലാം തന്നെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ വളരെ വലിയ പ്രസ്ഫുരണങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന കഥകളാണ്. സെൻ ബുദ്ധ ഗുരുക്കന്മാരെല്ലാം തന്നെ ശിഷ്യന്മാരോട് സംവദിക്കുന്നത് ഒരു പ്രത്യേകമായ ബൗദ്ധിക മണ്ഡലത്തിലാണ്. അപ്പൊ അതിലെ ഒരു രസകരമായൊരു കഥയുണ്ട്. അതിലെ ഒരു കഥ ഇങ്ങനെയാണ്: ശിഷ്യന്മാരോടൊത്ത് ഇരുന്ന ഒരു ഗുരു നിർത്താതെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രകാരത്തിലുള്ള സ്വഭാവങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായതുകൊണ്ട് ശിഷ്യന്മാർ വലിയ അത്ഭുതമൊന്നും കാണിച്ചില്ല. എങ്കിലും അവർ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോഴും അദ്ദേഹം മറുപടി പറയാതെ ചിരിച്ചുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞ് അദ്ദേഹം മറുപടി പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഞാനൊരു ശലഭമായി മാറിയതായി സ്വപ്നം കണ്ടു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, അതിലത്ര അത്ഭുതം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നത്തിൽ ശലഭം വന്നതാണോ അതോ ശലഭം കാണുന്ന സ്വപ്നത്തിൽ ഞാൻ ഇരിക്കുന്നതാണോ എന്നാണ്. അത് കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നമ്മൾ രാത്രി സ്വപ്നം കാണാറുണ്ട്. ഈ സ്വപ്നത്തിൽ നമുക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ പല ആളുകളും വരുന്നുണ്ട്, പല സംഭവങ്ങൾ വരുന്നുണ്ട്, പല സ്ഥലങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതേപോലെ അദ്ദേഹം രാത്രിയിൽ സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നത്തിൽ ശലഭമായി മാറിയതായി സ്വപ്നം കണ്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചത്, ഈ സ്വപ്നം യഥാർത്ഥത്തിലുള്ളതാണോ അതോ മറ്റെവിടെയോ ഇരുന്ന് ഒരു സ്വപ്നം കാണുന്ന ശലഭത്തിന്റെ സ്വപ്നത്തിൽ താൻ വന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കുറച്ചുകൂടെ ലഘൂകരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇരിക്കുന്ന ഈ ദൃശ്യം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റാകെ നടക്കുന്ന ഈ വിനിമയങ്ങൾ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട്, മറ്റേതെങ്കിലും ഒരു ടൈം ആൻഡ് സ്പേസ് ഡയമെൻഷൻ ഇരുന്നു കൊണ്ട് മറ്റേതെങ്കിലും ഒരു വ്യക്തി കാണുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവി കാണുന്ന സ്വപ്നമാണോ എന്നുള്ളതാണ്. ഇത് വളരെയേറെ ചിന്തയെ പ്രചോദിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് ദ ഡ്രീം തിയറി ഓഫ് യൂണിവേഴ്സിലേക്ക് പോകാൻ പറ്റും. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഭാഷ എങ്ങനെ ഉണ്ടായി, ഈ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായി, ഇതിന്റെ ആദിമ രൂപം എന്തായിരുന്നു? ബോർഹസിന്റെ ഒരു കഥയിൽ തടവറയിൽ കിടക്കുന്ന ഒരു തടവുകാരൻ, കുറെ നാളായി ഏകാന്തവാസത്തിൽ കിടക്കുന്ന ഒരു തടവുകാരനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ മണ്ഡലങ്ങളിലുള്ള എല്ലാത്തിനെയും കുറിച്ച് അദ്ദേഹം ഓർക്കുന്നുണ്ട്. കാരണം ഏകാന്ത തടവാണ്, മറ്റൊന്നും കുറിച്ച് ചിന്തിക്കാനില്ല. രാത്രിയും പകലും ആകുന്നത് പോലും അദ്ദേഹം അറിയുന്നില്ല. പലപ്പോഴും സെല്ലിന്റെ അടിയിലൂടെ ഉരുണ്ടുവരുന്ന അല്ലെങ്കിൽ നിരങ്ങി വരുന്ന ഒരു പാത്രം, അതിലെ ഭക്ഷണം മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ആകപ്പാടെ ശബ്ദം എന്ന് പറയുന്നത്. അപ്പൊ സാധ്യമായ എല്ലാത്തിനെയും കുറിച്ച് അദ്ദേഹം ഓർത്ത് അവസാനം ഓർമ്മകൾ കഴിഞ്ഞു എന്നാണ്. ഇനി ഒന്നിനെ കുറിച്ച് ഓർക്കാനില്ലാത്ത ഒരുതരം ഓയിഡിലേക്ക്, ഒരുതരം ചിന്താശൂന്യതയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നാണ്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഏതോ ഒരു നിമിഷത്തിൽ എപ്പോഴോ കണ്ട ഒരു ഘടികാരത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഘടികാരത്തില് മണൽ ഘടികാരമാണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഇങ്ങനെ മണല് താഴേക്ക് വീഴുന്നതായിട്ട് അദ്ദേഹം ഓർത്തു. പിന്നെ ഉടൻ തന്നെ അദ്ദേഹം മണലാരണ്യങ്ങളെ കുറിച്ച് ഓർത്തു. വിശാലമായ കടൽക്കരയിലെ മണലിനെ കുറിച്ച്, അസംഖ്യം വരുന്ന മണലുകളുടെ എണ്ണത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. പതിയെ ഈ ചിന്തകൾ അദ്ദേഹത്തിനെ കടുവകളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അപ്പൊ ഈ കടുവകൾ എത്ര എണ്ണം ഉണ്ടാകും? ഈ ലോകത്തിലുള്ള എല്ലാ കടുവകളെയും കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. പിന്നെ അതിനെ ഒരു പിരമിഡ് സ്ട്രക്ചറിൽ അദ്ദേഹം ചിന്തിച്ചു. ഈ പറയുന്ന എല്ലാ കടുവകളുടെയും ആദ്യത്തെ കടുവ ആരായിരിക്കും? ഏറ്റവും ഒടുവിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ കടുവ ആരായിരിക്കും? അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഊഹിച്ചെടുത്തൊരു ചോദ്യം, ഈ പറഞ്ഞ അവസാനത്തെ കടുവയുടെ പിറകിൽ ആരായിരിക്കും? ലോകത്തിലെ ആദ്യത്തെ കടുവയുടെ മുൻഗാമി ആരായിരിക്കും? അല്ലെങ്കിൽ അതിനു മുൻപ് എന്തായിരുന്നു? അപ്പൊ സാധാരണ എന്തിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും. ജലം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു? അല്ലെങ്കിൽ ആപ്പിൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു? അപ്പൊ ഈ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു? അപ്പൊ ഈ ചിന്തകളുടെ അവസാനം നമ്മൾ എത്തുന്നത് ആബ്സെൻസ് എന്നുള്ളതാണ്. അതായത് ഇല്ലായ്മയിൽ നിന്നാണ് ഇതുണ്ടായെന്നാണ്. ഫ്രം ദ ആബ്സെൻസ് ഓഫ് വാട്ടർ എവോൾവ്ഡ്.
ജലത്തിന്റെ അഭാവത്തിൽ നിന്ന് ജലമുണ്ടായി, ആപ്പിളിന്റെ ഇല്ലായ്മയിൽ നിന്ന് ആപ്പിൾ ഉണ്ടായി എന്ന് പറയുന്ന ഒരു സങ്കല്പം. അപ്പൊ ഇതിനോടെല്ലാം തന്നെ ഉപോദ്ബലകമായി പറയുന്ന ഒരു തിയറി, സാധാരണയായിട്ട് നമുക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു തിയറിയാണ് ഡിവൈൻ റൈറ്റ് തിയറി അല്ലെങ്കിൽ ഡിവൈൻ തിയറി എന്ന് പറയുന്നു. ലോകത്തിലെ ഭാഷകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ഭാഷ ഏതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ഭാഷ നമ്മൾ പറയുന്നു ദൈവദത്തമായ ഭാഷയാണെന്ന് പറഞ്ഞ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ നമ്മൾ പൂവു തിയറി, വൗവ തിയറി, ഡിങ് ഡോങ് തിയറി, ഇങ്ങനെയുള്ള ധാരാളം തിയറികൾ നമ്മൾ സാധാരണയായിട്ട് ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്, ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ ഭാഷ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറയാനായി സാധിക്കുകയില്ല എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ പറയുന്ന ഒരു തിയറി, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന ഒരു തിയറിയാണ് ഡ്രീം തിയറി ഓഫ് യൂണിവേഴ്സ്. അതായത് ദൈവം കണ്ട ഒരു വലിയ സ്വപ്നമാണ് ഈ പറയുന്ന പ്രപഞ്ചം. ദൈവം കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റി വിളിക്കേണ്ട കാര്യമില്ല, ഒരു ബ്രോഡർ കോൺഷ്യസ്നസ് കണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, വികരിച്ചു നിൽക്കുന്ന ഒരു വലിയ ബോധം കണ്ട സ്വപ്നമായിരുന്നു ഇത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എപ്പോഴും കടന്നു പോകുന്ന ചില അവസ്ഥകളാണ് ഇതെല്ലാം തന്നെ. ജാഗ്രത, നിദ്ര, സ്വപ്നം, സുഷുപ്തി, തുരീയം, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ്. പറയുന്നത് ഗർഭസ്ഥ ശിശു യഥാർത്ഥത്തിൽ 84 ലക്ഷം വർഷങ്ങൾ ഗർഭാവസ്ഥയിൽ അനുഭവിക്കുന്നു എന്നുള്ളത്. ഒരു സെക്കൻഡിനെ 10 ലക്ഷമായി ഡിവൈഡ് ചെയ്യുന്നതൊക്കെ നമുക്കിന്ന് സാധ്യമായ കാര്യങ്ങളാണ്. അപ്പൊ സമയത്തെക്കുറിച്ച്, സമയത്തിന്റെ ലഘുമാത്രകളെ കുറിച്ചൊക്കെ ഭാരതീയ സങ്കല്പങ്ങളിലൊക്കെ ധാരാളം പറയുന്നുണ്ട്. 10,000 താമര ദളങ്ങൾ അടുക്കി വെച്ചിട്ട് അതിലേക്ക് അതിശക്തമായി ഒരു സൂചി കടത്തിവിട്ട് കഴിഞ്ഞാൽ ഒരു ദളത്തിൽ നിന്ന് മറ്റൊരു ദളത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയം എത്രയാണ് എന്ന് പോലും ഇവിടെയുള്ള മനീഷികൾ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഉദാഹരണത്തിന് 998 ദളത്തിൽ നിന്ന് 999 കടക്കാനുള്ള സമയം എത്രയാണ്? അപ്പൊ ഇത് എടുക്കുന്നത് വെറും ഒരു ചെറിയ ഒരു മാത്രയാണ്. നമ്മൾ ഈ പറഞ്ഞ 10,000 ദളങ്ങളിലൂടെ ഒരു സൂചി കടത്തിവിടാനുള്ള സമയം. അതിൽ 59 നിന്ന് 60 കടക്കുന്ന സമയം എത്ര എടുത്തു? അപ്പൊ ഇതുപോലെ സമയത്തിന്റെ ചെറിയ മാത്രകളെ കുറിച്ച് ധാരാളം ദർശനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ വലിയ അളവുകോലുകളെ കുറിച്ച് നമ്മളിവിടെ ചിന്തിച്ചിരുന്നു എന്നാണ്. കൽപ്പം എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരെ പോലും നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ദിവസവുമുള്ള നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ചില അവസ്ഥകളാണ് ഈ പറയുന്ന ജാഗ്രത, അതുപോലെ തന്നെ നിദ്ര, സ്വപ്നം, സുഷുപ്തി, തുരീയം, ഈ പറയുന്ന അവസ്ഥകളൊക്കെ. ഇപ്പൊ തുരീയം എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മൈക്രോ സെക്കൻഡുകളാണ് നമ്മളവിടെ അനുഭവിക്കുന്നതെന്നാണ്. ഗർഭകാലം എന്ന് പറയുന്ന 10 മാസം യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു കാൽക്കുലേഷനിൽ നോക്കുമ്പോൾ 84 ലക്ഷം വർഷം വരുന്നു എന്ന് പറയപ്പെടുന്നു. 84 ലക്ഷം സ്പീഷീസ് ആണ് പ്രപഞ്ചത്തിൽ മൊത്തം ഉള്ളത് എന്ന് പറയപ്പെടുന്നു. 84 ലക്ഷം യോഗ പോസ്റ്ററുകളാണ് മൊത്തത്തിലുള്ളത് എന്നും പറയപ്പെടുന്നു. അപ്പൊ ഈ പറയുന്ന കാലഘട്ടങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു സാദൃശ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡ്രീം തിയറി ഓഫ് യൂണിവേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ പ്രപഞ്ചത്തിലുള്ള ഒരു ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ്, ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കോൺഷ്യസ്നസ്, ഡീപ് കോൺഷ്യസ്നസ് കാണുന്ന, അല്ലെങ്കിൽ അതിന്റെ സ്വപ്നാവസ്ഥയാണ് ഈ പറയുന്ന ലോകം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ശലഭത്തിന്റെ കഥയാണ്. അപ്പൊ ശലഭത്തിന്റെ കഥയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നു. ശലഭങ്ങൾ എപ്പോഴും അത്ഭുതങ്ങളാണ്, നമുക്ക് തന്നെ അറിയാം. ശലഭങ്ങൾ എപ്പോഴും പൂക്കളുടെ പുറത്താണ് അവ വസിക്കുന്നത്, അല്ലെങ്കിൽ പൂക്കളിൽ നിന്നുള്ള തേൻ കുടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവ വളരെയേറെ എലവേറ്റഡ് ആയിട്ടുള്ള ഒരു ബർത്ത് ഉള്ള ജീവികളാണ് നമുക്ക് പറയാൻ പറ്റും. എലവേറ്റഡ് ആയിട്ടുള്ള ജന്മങ്ങളാണ്, അല്ലെങ്കിൽ എലവേറ്റഡ് ആയിട്ടുള്ള സ്പിരിറ്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിന് അനുബന്ധമായിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത്, ശ്രീബുദ്ധനോട് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പുസ്തകങ്ങളിൽ നിന്നല്ല എനിക്ക് ഏറ്റവും വലിയ ജ്ഞാനം കിട്ടിയിട്ടുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം എനിക്ക് ലഭിച്ചത് ശലഭങ്ങളിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്ത് തരത്തിലുള്ള മറുപടിയാണെന്ന് നമുക്കറിയില്ല. കാരണം വെച്ചാൽ ബുദ്ധൻ എന്ന് പറയുന്നത് എപ്പോഴും ഉയർന്ന ബോധ ശ്രേണിയിലുള്ളത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ബുദ്ധൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. നമ്മൾ സാധാരണ പറയുന്നുണ്ട് സിദ്ധാർത്ഥ ഗൗതമനാണ് ബുദ്ധൻ. പക്ഷെ സിദ്ധാർത്ഥ ഗൗതമൻ മാത്രമല്ല ബുദ്ധൻ, ബോധോദയം പ്രാപിച്ച ഏതൊരു വ്യക്തിക്കും ബുദ്ധൻ എന്നുള്ള ഒരു വിശേഷണം ചേരുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ഈ പറയുന്ന ബുദ്ധൻ പറയുന്ന കഥ, അദ്ദേഹം ഏറ്റവും കൂടുതൽ ജ്ഞാനം ആർജിച്ചത് ശലഭങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നോക്കാം, ശലഭങ്ങളെ കുറച്ചുകൂടി നമ്മൾ അടുത്ത് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ശലഭങ്ങളുടെ ജീവിത കാലഘട്ടങ്ങളിൽ 4 അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ നമ്മുടെ അറിയാം, ഈ മുട്ട എന്ന് പറയുന്ന ജിയോയിഡ് ഷേപ്പിലുള്ള മുട്ടകളായിരിക്കുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് അവ കാറ്റർപില്ലറുകളായി പുറത്തേക്ക് വരുന്നു, എന്തിനേയും തിന്ന് ഒടുക്കുന്ന കാറ്റർപില്ലറുകളാണ്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്യൂപ്പ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകുന്നു. 4th സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന എലിവേഷനിലേക്ക് അവർ പോകുന്നു, അല്ലെങ്കിൽ എൻഹാൻസ്ഡ് സ്പിരിറ്റ്സ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന എമാൻസിപ്പേഷൻ, ഫ്രീഡം, ലിബറേഷനിലേക്ക് അവ പോകുന്നു എന്നാണ്. വളരെ മനോഹരമായ ശലഭങ്ങളുടെ ഡിസൈനുകൾ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഈ ഫാഷൻ ടെക്നോളജിയൊക്കെ പഠിക്കുന്നവർ ഈ ഡിസൈനിങ്ങിന് വേണ്ടി നോക്കുന്നത് യഥാർത്ഥത്തിൽ ശലഭങ്ങളുടെ ചിറകുകളാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ പാറ്റേണുകളാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ആരാണ് ഈ പറയുന്ന കളർ പാറ്റേണുകളുടെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, എന്തും ഒരു ബോധത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
അപ്പൊ ഇത് കേവലമായി ആകസ്മികമായി പ്രകൃതിയിലുള്ളതാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും പ്രകൃതി പോലും പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേകമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ബോധ തത്വത്തിന്റെ വൈബ്രേഷനിലാണ് നമുക്ക് അതിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരും. അങ്ങനെയുള്ള ചിന്തയിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇവിടെ നിലനിന്നിരുന്ന ഒരു ആശ്രമധർമ്മത്തെ കുറിച്ച് കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ഭാരതത്തിലെ ഒരു ആശ്രമധർമ്മം, ജീവിതധർമ്മം എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളായിട്ടായിരുന്നു. നമ്മൾ പറയുന്നത് ബ്രഹ്മചര്യം, അതുപോലെ തന്നെയാണ് അടുത്തത് ഗൃഹസ്ഥാശ്രമം, അടുത്തത് വാനപ്രസ്ഥം, അടുത്ത സന്യാസം. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ന്യസിക്കുക എന്നാണ്, എല്ലാത്തിനെയും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാം ഉപേക്ഷിച്ച് ഒടുവിൽ സ്വന്തം ശരീരത്തിനെ പോലും ഉപേക്ഷിച്ച് ഒരുവൻ എന്ത് ചെയ്യുന്നു, പൂർണ്ണതയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. അപ്പൊ അവിടെ ഈ മരണഭീതി എന്ന് പറഞ്ഞൊരു സാധനമില്ല. പുനർജന്മങ്ങളെ കുറിച്ചുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾക്ക് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം പലപ്പോഴും വളരെ റൈച്ചസ് ആയിരുന്നു, അല്ലെങ്കിൽ ധർമ്മനിഷ്ഠമായിരുന്നു നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ചെയ്തു തീർക്കേണ്ടതായ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം ശാശ്വതമായ ഒരു ഒരു യാത്രയിലേക്ക്, നിതാന്തമായ ഒരു യാത്രയിലേക്ക്, അല്ലെങ്കിൽ എനർജി കണ്ടിന്യൂവത്തിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ എല്ലാവരും തയ്യാറെടുക്കുന്നു. അതാണ് ന്യസിക്കുക, എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടം. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എല്ലാവരും പഠിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബ്രഹ്മചര്യമല്ല അവിടെ പറയുന്നത്. പഠിക്കുക എന്നുള്ള ഒരു കാലഘട്ടമാണ് ഗുരുവിന്റെ അടുത്ത്. അപ്പൊ എത്ര വലിയൊരാളാണെങ്കിലും ശരി, ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ അയാൾ ഒന്നുമല്ലാതായി തീരുന്ന കാഴ്ച. ഇപ്പൊ സാന്ദീപനി എന്ന് പറയുന്ന ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ്, അദ്ദേഹം നിസ്വനായിട്ടാണ് അവിടെ പോകുന്നതെന്നാണ്. അപ്പോ അപ്പൊ ഒരുപക്ഷെ ഗുരുവിനേക്കാൾ വലിയൊരു ബോധമണ്ഡലത്തിൽ വിരാജിക്കുന്ന ആളായിരിക്കും കൃഷ്ണൻ. പക്ഷേ അദ്ദേഹം സാന്ദീപനിയുടെ അടുത്ത് പോകുന്നു. അദ്ദേഹം കുചേല ബ്രാഹ്മണനോടൊപ്പം സുദാമായോടൊപ്പം ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം, അപ്പൊ ഇതിനെ നമുക്ക് ഈ പറയുന്ന ഈ മുട്ട എന്ന് പറയുന്ന ഒരു സ്റ്റേജിനോട് ഉപമിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കാറ്റർപില്ലർ എന്ന് പറയുന്നത് അപ്പോൾ ആർത്തിയുള്ള ഒരു കാലഘട്ടം. അതാണ് നമ്മൾ ഗൃഹസ്ഥാശ്രമം. നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മങ്ങൾ, പുരുഷാർത്ഥങ്ങൾ ഒക്കെ നമ്മൾ പ്രാപിക്കുന്ന ഒരു കാലം. അവിടെ നമ്മൾ സ്വത്തുണ്ടാക്കുന്നു, അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കുന്നു, പിന്നെ നമ്മുടെ അടുത്ത തലമുറയെ ഉണ്ടാക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ വ്യാപൃതരാകുന്നു, യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ രാജ്യങ്ങൾ കീഴടക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളിലെ വാസനകളുടെ ഒരു പൂർത്തീകരണമാണ് ഈ പറയുന്ന ഗൃഹസ്ഥാശ്രമം, കാറ്റർപില്ലർ എന്ന് പറയുന്നത്. അടുത്തത് ഇതിൽ നിന്നെല്ലാം പതുക്കെ ഉള്ള ഒരു തരം ഡിറ്റാച്ച്മെന്റ് ആണ്, ബോധപൂർവമായ ഡിറ്റാച്ച്മെന്റ്. ഇതിന് നമ്മൾ പറയുന്നത് വാനപ്രസ്ഥം എന്നാണ്. അപ്പൊ പഴയ കാലഘട്ടങ്ങളിലേക്ക് ഈ പറഞ്ഞ വാനപ്രസ്ഥം ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുമായിരുന്നു, യുവരാജാവിനെ അധികാരം ഏൽപ്പിച്ചിട്ട് അവർ പതുക്കെ അവരുടെ കർമ്മങ്ങളിൽ നിന്ന് പതുക്കെ മാറി നിൽക്കുന്നു. അപ്പൊ അവിടെ പ്രായമായ അച്ഛൻ എന്ന് പറയുന്നത് മകന്റെ ഗുരുവായി നിന്നുകൊണ്ട്, ഉപദേഷ്ടാവായി നിന്നുകൊണ്ട് രാജ്യഭാരം എന്ന് പറയുന്നത് ആ യുവതയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാലമാണ്. പക്ഷെ നമുക്ക് ഇന്നത് കാണാൻ കഴിയുന്നില്ല. ഇന്ന് ആർക്കും വാനപ്രസ്ഥങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തില് അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളെല്ലാം തന്നെ ഈ പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. അപ്പൊ ഇതൊരു കോൺട്രവേഴ്സ്യൽ ആയ ഒരു കാര്യമാണെങ്കിലും ഞാനത് പിൻ പോയിന്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ന്യസിക്കുക എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകുന്നു. ഒരുപക്ഷെ ഈ 4 ഘട്ടങ്ങൾ ശലഭത്തിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് കൊണ്ടായിരിക്കണം ബുദ്ധൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ വലിയ പാഠം പഠിച്ചത് ഈ പറയുന്ന ശലഭങ്ങളിൽ നിന്നാണെന്നുള്ളത്. അപ്പൊ ഈ സ്റ്റേജിൽ നമ്മൾ പറയുന്നത് മെറ്റാമോർഫോസിസ് എന്നാണ്. മെറ്റാമോർഫോസിസ്. അപ്പോൾ കാഫ്കയുടെ മനോഹരമായ നോവലും ഉണ്ട് മെറ്റാമോർഫോസിസ്. അത് ഡിഫറെന്റ് ടോപ്പിക്കാണ്. പക്ഷെ എനിഹൗ ആ പേര് ഞാൻ റെഫർ ചെയ്തു മാത്രം. ചില തത്വസംഹിതകളിൽ നമ്മൾ ഈ പറയുന്ന ജാഗ്രത, അതുപോലെ നിദ്ര, അതുപോലെ സ്വപ്നം, സുഷുപ്തി, തുരീയം, ഈ പറഞ്ഞ സ്റ്റേജുകളെല്ലാം തന്നെ അവർ പറയുന്നത് ബീറ്റ, ആൽഫ, അതുപോലെ തന്നെ തീറ്റ, ഡെൽറ്റ എന്നീ 4 സ്റ്റേജുകളായിട്ടാണ്. അപ്പൊ ഇവിടെ സയന്റിഫിക് ആയിട്ട് പറയുന്നത് നമ്മുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഈ തോട്ട്സിന്റെ വൈബ്രേഷൻസ്, അല്ലെങ്കിൽ സൈക്കിൾസിന്റെ എണ്ണത്തിനനുസരിച്ചാണ് പറയുന്നത്. സാധാരണ ഒരുവൻ ജീവിക്കുന്ന ഈ പറയുന്ന ചിന്താമണ്ഡലം എന്ന് പറയുന്നത് ബീറ്റ സ്റ്റേജാണ്. നമ്മളിപ്പോൾ സാധാരണ ഇരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ബീറ്റയാണ്. ആ ബീറ്റയിൽ ഒരു പ്രത്യേകമായ സൈക്കിൾ ഓഫ് തോട്ട്സ് ആണ് നമ്മുടെ ഉള്ളിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് കറണ്ട് പോകുന്നത് പോലെ നമ്മുടെ ബോധമണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നടന്നു പോകുന്ന ചിന്തകളുടെ വൈബ്രേഷൻസിന്റെ ഒരു അളവുണ്ട്. അതിന് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആ ബീറ്റയിൽ നിന്ന് മാറി നമ്മൾ ആൽഫ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകണം. അപ്പൊ ഈ ആൽഫ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോധമണ്ഡലത്തിന്റെ വൈബ്രേഷൻസിനെ കുറച്ചുകൂടി ചിന്തകളുടെ സൈക്കിളുകളെ കുറച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ശാന്തതയിലേക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ മൗനത്തിലേക്ക്, ചെറിയ ധ്യാനത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആൽഫ എന്ന് പറയുന്ന സ്റ്റേജ് പറയുന്നത്. അപ്പൊ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സുഷുപ്തി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് തുരീയം. അതിനെ നമ്മൾ പറയുന്നത് തീറ്റ എന്നും ഡെൽറ്റ എന്നും പറയുന്നത്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഡെൽറ്റ സ്റ്റേജിലേക്ക് ആക്കിയിട്ടാണ് സാധാരണയായിട്ട് മൃഗബലിയൊക്കെ നടത്തുന്നത്. ആ ഒരു അവസ്ഥയിലാണ് മൃഗബലി നടത്തുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ജീവിയുടെ ബോധമണ്ഡലം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള തുരീയം എന്ന സ്റ്റേജിലേക്ക് പോകുന്നു.
അല്ലെങ്കിൽ ചിന്തകൾ പൂർണ്ണമായും ഇല്ലാതെ അത് യഥാർത്ഥത്തിൽ അതിൻ്റെതായ സഹജമായ ഭാവത്തിൽ അതിൻ്റെ യഥാർത്ഥ എനർജി ട്യൂണിങ്ങിലേക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജൊക്കെയാണ് ഈ പറയുന്ന ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ഡെൽറ്റ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ധ്യാനം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സെൻ എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് സെൻ എന്ന് പറയുന്ന ബുദ്ധമതത്തിന്റെ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ സെൻ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് ധ്യാനം എന്നുള്ള വാക്കിൽ നിന്നാണ്. ധ്യാനം എന്നുള്ള വാക്ക് ചൈനയും ജപ്പാനിലും ഒക്കെ എത്തുമ്പോൾ ധ്യാൻ എന്ന് മാറുന്നു. ധ്യാൻ എന്നുള്ള വാക്കിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സെൻ എന്നുള്ള വാക്ക് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ശലഭങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ശലഭങ്ങളെ കുറിച്ചുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിക്കാം. അപ്പോൾ മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കേട്ടിട്ടില്ല എങ്കിൽ BBC ഒക്കെ ഇറക്കിയ ഒരുപാട് ഡോക്യുമെന്ററീസ് ഉണ്ട് മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ച്. വളരെ രസകരമായുള്ള കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതാണ് ഈ മൊണാർക്ക് ബട്ടർഫ്ലൈസിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ US-ന്റെയും അതുപോലെ തന്നെ കാനഡയുടെയും അതിർത്തികളിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ശലഭമാണ് മൊണാർക്ക് ബട്ടർഫ്ലൈസ്. അവയുടെ ജീവിതചക്രം എന്ന് പറയുന്നത് സാധാരണ ദിവസങ്ങളോളമല്ല, പക്ഷെ ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സൈക്കിളാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലറായുള്ള US-ന്റെയും കാനഡയുടെയും ബോർഡറുകളിൽ നിന്ന് ഇവ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവയുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തിനാണെന്ന് അറിയില്ല. ഇവ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഒരുപാട് ദൂരം, അതായത് ഏതാണ്ട് 3000 മൈലുകൾ സഞ്ചരിച്ചെന്നാണ്. 3000 മൈലുകൾ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ അവർ എന്ത് ചെയ്തു, മെക്സിക്കോയിലെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചേരുന്ന ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട്. കാരണം ആ ദിവസമാണ് മെക്സിക്കോയിലെയുള്ള ആളുകളുടെ മരണാനന്തര ദിവസമായിട്ട്, അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ഡേ, ഫാദേഴ്സ് ഡേ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മരിച്ചുപോയ ആളുകളുടെ ഓർമ്മ ദിവസമായിട്ട് നമ്മുടെ എവിടെയാണെങ്കിലും നമ്മുടെ കർക്കിടക ബലി എന്നൊക്കെ പറയും പോലെയുള്ള ഒരു ദിവസമുണ്ട് മെക്സിക്കോയിലെ ഒരു പർട്ടിക്കുലർ ഡേ. ആ ദിവസമാണ് അവർ മരിച്ചവരെ കുറിച്ചൊക്കെ ഓർക്കുന്നതും സിമേട്രികളിൽ പോയിട്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ചുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതുമായ ആ ദിവസം ഈ പറയുന്ന ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യുന്നു, ബട്ടർഫ്ലൈസിന്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും എണ്ണം ബട്ടർഫ്ലൈസ് അവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അവിടെ മുഴുവൻ ആ അന്തരീക്ഷം മുഴുവൻ ബട്ടർഫ്ലൈസിനെ കൊണ്ട് നിറയുന്നു, മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ കൊണ്ട് നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ പറയുന്നത്, ആ ഒരു ഡോക്യുമെന്ററിയിൽ പറയുന്നത്, ഈ മരങ്ങളുടെ ശിഖരങ്ങളിൽ വന്നിരിക്കുന്ന ഈ ബട്ടർഫ്ലൈസിന്റെ ഭാരം കാരണം ചിലപ്പോഴൊക്കെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴാറുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസിന് ഭാരമില്ല, പക്ഷെ ഇത്രയും ബട്ടർഫ്ലൈസിന്റെ ഒരു കൂമ്പാരം, നമുക്കത് പറയാൻ പറ്റാത്ത അത്രയും വലിയ ഒരു എമൗണ്ട് ഓഫ് ബട്ടർഫ്ലൈസ് ഈ മരങ്ങളുടെ ശിഖരങ്ങളിൽ വന്നിരിക്കുമ്പോൾ അവയുടെ വെയിറ്റ് കൊണ്ട് ഇവ ഒടിഞ്ഞു വീഴാറുണ്ടെന്നാണ്. അപ്പോൾ ഇത് ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞതാണ്. ബട്ടർഫ്ലൈസ് ഒരുപക്ഷെ ഈ പറഞ്ഞ ആത്മാക്കളുടെ ആത്മാക്കളുടെ ഒരു വരവായിരിക്കാം. നമ്മൾ ഈ മുൻപേ പോയ ആത്മാക്കൾ അവരുടെ അടുത്ത ജനറേഷനെ കാണുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ ബട്ടർഫ്ലൈസിന്റെ രൂപത്തിൽ വരുന്നതായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇവ ഈ 3000 മൈലുകൾ സഞ്ചരിച്ച് ഈ പറയുകയിലെ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നുള്ളത് ഇപ്പോഴും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു നിഗൂഢതയായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് നിഗൂഢതകൾ നമുക്ക് പ്രകൃതിയിൽ കാണാൻ പറ്റും, പ്രപഞ്ചത്തിൽ കാണാൻ പറ്റും. ഇതൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, സോ ദേ ആർ റിയലി ദ ഡോർസ് ടു മിസ്റ്ററി, നമ്മുടെ ചുറ്റാകളുടെ നിഗൂഢതകളിലേക്ക് തുറക്കുന്ന താക്കോലുകളാണ്. അപ്പോൾ ഈ ശലഭങ്ങളെ ഇനിയെങ്കിലും കാണുമ്പോൾ നമ്മൾ വെറും നിസ്സാരമായ ഒരു ജീവിയായിട്ട് തന്നെ കളയാതെ അതിനെ നമ്മൾ എടുക്കുക, അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, അതിൻ്റെ ശരീരത്തിലുള്ള മനോഹരമായുള്ള ഡിസൈനുകൾ നോക്കുക. അപ്പോൾ ഇതേപോലുള്ള ഡിസൈനുകൾ നോക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ചക്രവാളമാണ്. ഈ ഹൊറൈസണിലേക്ക് നമ്മൾ നോക്കിയിരുന്നാൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ ആകാശത്തിലേക്ക് നോക്കിയിരുന്ന നമുക്ക് ഇങ്ങനെയുള്ള ധാരാളം ചിത്രങ്ങൾ കാണാൻ പറ്റുന്നതാണ്. ചില പർട്ടിക്കുലറായുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ കൊക്കുകൾ പറന്നു പോകുന്നത്, അതുപോലെ തന്നെ പക്ഷികൾ പറന്നു പോകുന്നത്. OV വിജയൻ അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറയുന്ന പോലെ പച്ച പനന്തത്തകളുടെ ധനുസുകൾ എന്നാണ്. അതായത് ഒരു വില്ലിൻ്റെ ആകൃതിയിൽ പറന്നു പോകുന്ന, ഫ്രണ്ടിൽ ഒരെണ്ണം, അതിൻ്റെ പിറകെ ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു വില്ലിൻ്റെ ആകൃതിയിൽ പറന്നു പോകുന്ന പച്ച പനന്തത്തുകളുടെ ധനുസുകൾ. അപ്പോൾ ഇങ്ങനെ അത്ഭുതകരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായി സാധിക്കും. ഈ നിഗൂഢതകളുടെ താക്കോലുകൾ നമുക്ക് എവിടെയും കണ്ടെത്താൻ സാധിക്കും, നമ്മുടെ ചുറ്റാകെ എല്ലാം സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ESP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. നമ്മുടെ സാധാരണ കാണുന്ന കാഴ്ചകളെ നന്നായിട്ട് കാണുക, ആ കാഴ്ചകൾ യഥാർത്ഥത്തിൽ മിസ്റ്ററിയിലേക്കുള്ള ഡോറുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ത് കാഴ്ചയോ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള കാഴ്ചയോ ആയിക്കോട്ടെ, ആ കാഴ്ചകളെ പൂർണ്ണമായും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതെല്ലാം തന്നെ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഈ പറയുന്ന പ്രത്യേകമായ രീതിയിലുള്ള ഒരു എലമെൻറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് ലിസണിങ്. See you in the next episode. Thank you very much.